സംസ്ഥാനത്തെ വരൾച്ചാബാധിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ഇന്ന് തന്നെ പ്രധാനമന്ത്രിക്ക് കത്തയക്കും. സൂര്യാഘാതമേറ്റ് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 4 ലക്ഷം രൂപ വീതം നൽകാനും തീരുമാനമായി. സംസ്ഥാനത്തെ വരൾച്ച, കുടിവെള്ള ദൗർലഭ്യ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. രൂക്ഷമായ വരൾച്ചയുടെ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നത്. കേരളത്തെ വരൾച്ചാബാധിത പ്രദേശമായി വിജ്ഞാപനം ചെയ്യും. എന്നാൽ ഇതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി ആവശ്യമാണ്. കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടും മാനദണ്ഡങ്ങളിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ടും മുഖ്യമന്ത്രി ഇന്ന് തന്നെ പ്രധാനമന്ത്രിക്ക് കത്തെഴുതും. കാസർഗോഡ് ജില്ലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിനായി 10 RO പ്ലാന്റുകൾ ടെൻഡറില്ലാതെ വാങ്ങും. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിൽ തെന്മല ഡാമിൽ നിന്നും വെള്ളമെത്തിക്കും. മരണകാരണം സൂര്യാഘാതമാണെന്ന് ആരോഗ്യവകുപ്പിന്റെ സാക്ഷ്യപത്രം ലഭിച്ചാൽ മരണപ്പെട്ടവർക്ക് 4 ലക്ഷം രൂപ സഹായധനം നൽകുമെന്ന് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പ്രഖ്യാപിച്ചു. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സൂര്യാഘാതം മൂലമാണ് മരണപ്പെട്ടതെന്ന സർട്ടിഫിക്കറ്റുകൾ കൂടി ആവശ്യം വേണ്ടിവരും. ഇത് IMDയുടെ ഡിക്ലറേഷൻ വരുന്നതിന് മുമ്പ് മരണപ്പെട്ട ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും 4 ലക്ഷം രൂപ വീതം നൽകുന്നതാണ്. കുടിവെള്ളത്തിൻ്റെ ക്ഷാമമാണെന്നുണ്ടെങ്കിൽ 2013 സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ അത്ര അല്ല. ഉദാഹരണത്തിന് ഇപ്പോഴത്തെ ഡാമിൻ്റെ കപ്പാസിറ്റിയും അവിടുത്തെ അവൈലബിലിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അലാമിംഗ് സിറ്റുവേഷൻ ഇല്ല. സൂര്യാഘാതമേറ്റവർക്ക് ചികിത്സ സൗജന്യമായിരിക്കും. സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെ തണ്ണീർപന്തലുകൾ സ്ഥാപിക്കും. മമ്മൂട്ടി അടക്കമുള്ളവർ നൽകിയ സഹായ വാഗ്ദാനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ജില്ലാ കളക്ടർമാരെ ചുമതലപ്പെടുത്തി. കുടിവെള്ള വിതരണം ഏകോപിപ്പിക്കുന്നതിനായി ജലവകുപ്പ് സെക്രട്ടറി VJ കുര്യനെ യോഗം ചുമതലപ്പെടുത്തി. കുടിവെള്ള വിതരണത്തിനായി 49 കോടി രൂപ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചീഫ് സെക്രട്ടറി PK മൊഹന്തി, റവന്യൂ വകുപ്പ് സെക്രട്ടറി വിശ്വാസ് മേത്ത, ജല സെക്രട്ടറി VJ കുര്യൻ, ഫിനാൻസ് സെക്രട്ടറി KM എബ്രഹാം എന്നിവർ ഉന്നതതല യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തിരുവനന്തപുരം വെള്ളറട വില്ലേജ് ഓഫീസിൽ സ്ഫോടനം. അജ്ഞാതൻ നടത്തിയ ആക്രമണത്തിൽ വില്ലേജ് ഓഫീസർ ഉൾപ്പെടെ 7 പേർക്ക് പൊള്ളലേറ്റു. രാവിലെ 11 മണിയോടെ ഓഫീസിലെത്തിയ അജ്ഞാതൻ ദ്രവരൂപത്തിലുള്ള വസ്തു ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. സംഭവത്തിന് പിന്നിൽ ക്വാറി മാഫിയാണെന്നാണ് സൂചന. സംഭവത്തിന് പിന്നിൽ വ്യക്തിവൈരാഗ്യമാണെന്ന് ആഭ്യന്തരമന്ത്രി അഭിപ്രായപ്പെട്ടു. രാവിലെ 11 മണിയോടെ ഓവർകോട്ടും ഹെൽമറ്റും ധരിച്ചെത്തിയ ആളാണ് ആക്രമണം നടത്തിയത്. വില്ലേജ് ഓഫീസറുടെ മുറിയിൽ പ്രവേശിച്ച അജ്ഞാതൻ സൂത്രം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കയ്യിലിരുന്ന ബാഗിൽ നിന്ന് കുപ്പിയെടുത്ത് ദ്രവരൂപത്തിലുള്ള വസ്തു നിലത്തൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. പിന്നീട് ഓഫീസിന്റെ മുറി പൂട്ടി ഇയാൾ ബൈക്കിൽ രക്ഷപ്പെട്ടു. വില്ലേജ് അസിസ്റ്റന്റ് വേണുഗോപാൽ, വില്ലേജ് ഓഫീസർ മോഹനൻ, ജീവനക്കാരായ പ്രഭാകരൻ, പുഷ്പം, വില്ലേജ് ഓഫീസിന് സമീപമുള്ള ഹോമിയോ ആശുപത്രിയിലെ ജീവനക്കാരായ മിനി, ചിത്രലേഖ, വിജയകുമാരി തുടങ്ങിയവർക്ക് പരിക്കേറ്റു. കരമടയ്ക്കാനെത്തിയ വെള്ളറട സ്വദേശി ഇസഹാക്കിനും പൊള്ളലേറ്റു. ഓഫീസിന്റെ പ്രധാന കവാടത്തിൽ തീ പടർന്നതിനാൽ പലരും അകത്തു കുടുങ്ങി. പിന്നിലെ ജനൽ പൊളിച്ചാണ് അകത്തുള്ളവരെ രക്ഷിച്ചത്. ഓടിക്കൂടിയ നാട്ടുകാരാണ് തീ അണച്ചത്. പെട്ടെന്ന് ഒരാൾ വന്നൊരു ചെറിയൊരു കാര്യം കാണിച്ചു തരാം, ചിരിച്ചുകൊണ്ടാണ് പറയുന്നത്. വളരെ ഒരു നല്ല ടോണിലായിരുന്നു. കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എന്തോ കത്തിച്ചവിടെ ഇട്ടപ്പം പെട്ടെന്ന് തീ ആളി കത്തി. അതിനകത്തെന്ന് വെച്ചാൽ വിതിൻ സെക്കൻഡ്സ് കൊണ്ട് കംപ്ലീറ്റ് നിറഞ്ഞ് പുകയായി. ഇല്ല, അങ്ങനെ ആരെയും സംശയമില്ല. ഇല്ല, അങ്ങനെ ആരുമില്ല. ഇന്നലെ അവരുടെ സർട്ടിഫിക്കറ്റ് എല്ലാം പോയിട്ടുണ്ട്. എല്ലാം പക്കയാണ് അതിനകത്ത്. തീപിടുത്തത്തിൽ ഓഫീസിലെ നിരവധി രേഖകൾ കത്തിനശിച്ചു. സംഭവത്തിന് പിന്നിൽ ക്വാറി മാഫിയ ആണെന്ന് ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ക്വാറികൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ നേരത്തെ ഉടലെടുത്തിരുന്നു. സഹ്യപർവ്വത സംരക്ഷണ സമിതി രക്ഷാധികാരി റസൽ അയ്യൻ ലോബിക്ക് അനുകൂലമായ റിപ്പോർട്ടിന് വേണ്ടി മെനഞ്ഞാന്ന് ഇവിടെ വരികയും വന്ന് ഇവരുമായിട്ട് വഴക്കിടുകയും ചെയ്തിട്ടാണ് പിരിഞ്ഞത്. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടക്കുന്നത്. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായും അക്രമി ഉടൻ അറസ്റ്റിലാകുമെന്നും പോലീസ് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വരൾച്ചയ്ക്കുള്ള പരിഹാരം തേടി കൊച്ചിയിൽ നടൻ മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ജില്ലയിലെ പൗരപ്രമുഖർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ സംബന്ധിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും KM ഉമേഷ് ചേരുന്നുണ്ട്. ഉമേഷ്, എന്തൊക്കെയാണ് യോഗ തീരുമാനങ്ങൾ? മറ്റു വിവരങ്ങൾ കൂടി. സ്വാമി, യോഗം ഇപ്പോഴാണ് അവസാനിച്ചത്. വരൾച്ച നേരിടുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ ആവശ്യക്കാർക്ക് വെള്ളം എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചതായാണ് ഇപ്പോൾ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വിവിധ മേഖലകളിൽ നിന്നും സന്നദ്ധ സേവന പ്രവർത്തകർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഇതിൽ സഹായം വേണ്ടുന്നവരും സഹായിക്കാൻ മനസ്സിലുള്ളവരുമാണ് ഈ മീറ്റിംഗിൽ പങ്കെടുത്തത്. പല പ്രശ്നങ്ങൾക്കും ഉടൻ അപ്പോൾ തന്നെ തീരുമാനമാവുകയായിരുന്നു. അതായത് പ്രത്യേകിച്ചും മട്ടാഞ്ചേരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ കടുത്ത കുടിവെള്ളക്ഷാമം നേരിടുന്നതായി പലരും അറിയിച്ചു. ഈ സമയത്ത് ഇവർക്ക് അടിയന്തരമായി വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഈ യോഗത്തിൽ നിന്ന് തന്നെ പലരും അത്തരത്തിൽ ഒരു
നിർദ്ദേശം അവർ ചെയ്യാം എന്ന വാഗ്ദാനം നൽകുകയായിരുന്നു. അത് ഉടനെ തന്നെ എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുമെന്ന് അറിയിച്ചു. ഇത്തരത്തിൽ ആവശ്യക്കാർക്ക് വെള്ളം എത്തിക്കാനുള്ള അടിയന്തര സഹായം വേണ്ട സാഹചര്യം ഒരുക്കാമെന്ന് ഈ യോഗത്തിൽ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതുകൂടാതെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ കൂടി ഇന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വേണ്ട സഹായം ആവശ്യമാണെങ്കിൽ ഈ നമ്പറിൽ വിളിക്കാം ആവുന്നതാണ് എന്ന് യോഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിലൊരു നമ്പറും നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ രണ്ടാം ഘട്ടത്തിൽ ബോധവൽക്കരണം ആണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് മഴവെള്ള സംഭരണികൾ അല്ലെങ്കിൽ ജലം സംഭരിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി വിളിച്ചു ചേർത്ത യോഗത്തിൽ വിവിധ ഭാഗങ്ങളിൽ നിന്നും, അതായത് നാനാതുറകളിൽ നിന്നും നിരവധി പേരാണ് പങ്കെടുത്തത്. അവിടെ വെച്ച് തന്നെ നിരവധി പേർ സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എന്തായാലും യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. VS അച്യുതാനന്ദനെതിരെ ഉമ്മൻചാണ്ടി മാനനഷ്ട കേസ് നൽകി. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി MR സജേഷ് ചേരുന്നുണ്ട്. സജേഷ്, ഏത് സാഹചര്യത്തിലാണ് ഉമ്മൻചാണ്ടി ഇത്തരത്തിലൊരു മാനനഷ്ട കേസ് VSനെതിരെ നൽകിയിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ കൂടി. സോമി, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ പ്രസംഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഉമ്മൻചാണ്ടി മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. തിരുവനന്തപുരം അഡീഷണൽ ജില്ലാ കോടതിയുടെ വെക്കേഷൻ ബെഞ്ചിലാണ് മാനനഷ്ട കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഈ മാനനഷ്ട കേസ് നാളെ തന്നെ വിചാരണയ്ക്ക് വരുമെന്നാണ് സൂചന. VS നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളുടെ CD-യും എഴുതിയിട്ടുള്ള ലേഖനങ്ങളും കാണിച്ചാണ് കേസ് നൽകിയിട്ടുള്ളത്. 1 ലക്ഷം രൂപ മാനനഷ്ടം ആവശ്യപ്പെട്ടാണ് കേസ് കൊടുത്തിട്ടുള്ളത്. ഇതിന് VS മറുപടി നൽകുകയും ചെയ്തു. മന്ത്രിമാരുടെ അഴിമതിയും മുഖ്യമന്ത്രിയുടെയും അഴിമതികൾ പുറത്തു കൊണ്ടുവരിക എന്നത് പ്രതിപക്ഷത്തിൻ്റെ ധാർമ്മികതയാണ്. അത് ഇനിയും തുടരും. ഇതിൽ നിന്ന് ഒളിച്ചോടുന്നതിനാണ് മുഖ്യമന്ത്രി കേസ് കൊടുത്തിട്ടുള്ളതെന്ന് ആണ് ഇപ്പോൾ VS പ്രസ്താവനയിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയുടെ കപട മനസാക്ഷിയെ സംരക്ഷിക്കാനാണ് ഇത്തരത്തിലൊരു കേസ് എന്നാണ് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ പ്രസ്താവനയിലൂടെ മറുപടി നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള സർക്കാരിൻ്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും പുറത്തു കൊണ്ടുവരുന്നത് പ്രതിപക്ഷത്തിൻ്റെ ബാധ്യതയാണ്. തട്ടിപ്പും വെട്ടിപ്പും പുറത്തു കൊണ്ടുവരുന്നതിൽ ഉമ്മൻചാണ്ടിക്ക് ഭയമുണ്ട്. നവമാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ പ്രതിപക്ഷം പുറത്തു കൊണ്ടുവരുന്ന അഴിമതികൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇതിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമമാണ് ഉമ്മൻചാണ്ടിയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തിയിട്ടുള്ള കൊടിയ അഴിമതികൾ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്നും VS പ്രസ്താവനയിൽ പറയുന്നു. അതിന് തടയിടാൻ വേണ്ടി നാവ് ബന്ധിക്കാമെന്ന് കരുതുന്ന ഉമ്മൻചാണ്ടി വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്നും ഉമ്മൻചാണ്ടിക്കുള്ള മറുപടിയിൽ VS പറയുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിലൂടെയാണ് മാനനഷ്ട കേസ് നൽകിയിട്ടുള്ള വിവരം അറിയിച്ചിട്ടുള്ളത്. സോമി, VSന്റെ ധർമ്മടത്തെ പ്രസംഗം മാനഹാനി ഉണ്ടാക്കിയെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി VSനെതിരെ മാനനഷ്ട കേസ് നൽകിയിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ കപട മനസാക്ഷിയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു കേസ് നൽകിയതെന്നാണ് VSന്റെ മറുപടി. MR സജേഷാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ICUവിൽ മാസങ്ങളായി AC ഇല്ല. പകരം രോഗികളെ കൊണ്ട് ഫാൻ വാങ്ങിപ്പിക്കുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾ കൊടും ചൂടിൽ ജനൽ തുറന്നിട്ടാണ് ICUവിൽ കഴിയുന്നത്. രോഗികളെല്ലാം അണുബാധയേൽക്കുമോ എന്ന ഭീഷണിയിലാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോതെറാസിക് ICUവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണിത്. ഹൃദയ ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗികൾ ചികിത്സയിൽ കഴിയുന്ന ICUവിലെ ശീതീകരണ യന്ത്രം തകരാറായിട്ട് മാസങ്ങളായി. ആശുപത്രി അധികൃതർ പകരം സംവിധാനമായി രോഗികളെ കൊണ്ടുതന്നെ ഫാൻ വാങ്ങിച്ചു വെച്ചിരിപ്പിക്കുന്നു. ICUവിലെ ജനലുകളും തുറന്നിട്ടിരിക്കുന്നു. കൊടും ചൂടിൽ കഴിയുന്ന രോഗികളെല്ലാം അണുബാധയേൽക്കുമോ എന്ന ആശങ്കയിലാണ്. AC ഇല്ലാത്തത് സംബന്ധിച്ച് പരാതിപ്പെട്ടപ്പോൾ വേണമെങ്കിൽ ഫാൻ വാങ്ങിവെക്കാനായിരുന്നു ആശുപത്രി അധികൃതരുടെ നിർദ്ദേശമെന്ന് ICUവിലെ രോഗികളുടെ ബന്ധുക്കൾ പറയുന്നു. AC ഉണ്ട്, AC വർക്കാവുന്നില്ല. ഇവിടെ ഓരോ പേഷ്യൻറ്റും അവിടെ വരുമ്പോൾ ഫാൻ വാങ്ങിക്കാനും പിന്നെ താഴെ വന്ന് അവിടെ എഴുതി വാങ്ങിച്ച് 25 രൂപ അടച്ച് ആണ് നമ്മൾ ഫാനിങ് മേലെ കൊണ്ടുവരുന്നത്. വെളിയിലെ വിൻഡോകളെല്ലാം ഓപ്പൺ ആണ്. അവിടെ എലി ശല്യം വരെ ഉണ്ട് ആ വാർഡിൽ. കഴിഞ്ഞ 1 മാസമായിട്ട് ഇവിടെ ഫാനില്ല, ICUവിൽ AC ഇല്ല. ഡോക്ടേഴ്സ് ഉൾപ്പെടെ വന്നിട്ട് AC ശരിയാക്കണമെന്ന് പറഞ്ഞിട്ടോടുകൂടി ആരും പോലും എടുത്തിട്ടില്ല. 3000 രൂപയോളം മുടക്കി ഫാൻ വാങ്ങിച്ച രോഗികളിൽ നിന്നും വാടക ഇനത്തിൽ 25 രൂപ വീതവും ആശുപത്രി അധികൃതർ ഈടാക്കി. അധികൃതരുടെ അനാസ്ഥയുണ്ടാക്കുന്ന ദുരിതത്തിനൊപ്പം അധിക സാമ്പത്തിക ഭാരവും രോഗികൾ സഹിക്കണം. ആശുപത്രികളിൽ സർവ്വ സൗകര്യങ്ങളും ഒരുക്കിയെന്ന് അവകാശപ്പെടുന്ന ആരോഗ്യമന്ത്രി VS ശിവകുമാറിന്റെ മൂക്കിന് താഴെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നാണ് രോഗികളുടെ ജീവൻ പന്താടുന്ന അനാസ്ഥയുടെ ഈ നേർക്കാഴ്ച. ജിതിൻ ചന്ദ്രൻ, തിരുവനന്തപുരം. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പിണറായി വിജയൻ.
കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട 10 വയസ്സുകാരൻ റിസ്റ്റിയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി എത്തിയിട്ട് പോലും സംഭവത്തിൽ ഫലപ്രദമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പിണറായി വിജയന്റെ ചെറുപ്പകാലം തൊട്ട് ഇതുവരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനവും സമരപോരാട്ടങ്ങളും നേതൃപാടവവും ഭരണമികവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിലൂടെയും നാട്ടുകാരിലൂടെയും അവതരിപ്പിക്കുന്ന രീതിയിലാണ് KR സുഭാഷ് ഡോക്യുമെന്ററി സംവിധാനം ചെയ്തിരിക്കുന്നത്. യുവതയോട് അറിയണം പിണറായിയെ എന്ന പേരിലുള്ള ഡോക്യുമെന്ററിയുടെ CD പ്രകാശനം പ്രൊഫസർ MK സാനു സംവിധായകൻ രഞ്ജിത്തിന് നൽകി നിർവഹിച്ചു. സമസ്ത മേഖലയിലും അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന മനസ്സിന്റെ തുടിപ്പ് പിണറായിയുടെ പ്രസംഗത്തിൽ കാണാറുണ്ടെന്ന് പ്രൊഫസർ MK സാനു പറഞ്ഞു. പോലെ തന്നെ പല നിലകളിലും കേരള ചരിത്രത്തിൽ ദിശാബോധം നൽകുന്ന ഒരു വ്യക്തിത്വമാണ് പിണറായിയുടേത് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിണറായി വിജയൻ എന്ന ഉൾക്കാഴ്ചയുള്ള ഭരണാധികാരിയെ കൂടി അനുഭവിക്കാൻ കേരള ജനതയ്ക്ക് കഴിയട്ടെ എന്ന് സംവിധായകൻ രഞ്ജിത്ത് പറഞ്ഞു. പിണറായി വിജയൻ എന്ന് പറയുന്ന കഴിവുറ്റ ഉൾക്കാഴ്ചയുള്ള ദർശനം സൂക്ഷിക്കുന്ന ഒരു മികച്ച ഭരണാധികാരിയെ കൂടി അനുഭവിക്കാനും അറിയുവാനും കേരളത്തിന് കഴിയും. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തം മനസ്സിൽ സൂക്ഷിക്കുമ്പോഴും കപടമായി പുഞ്ചിരിക്കുന്ന സ്വഭാവക്കാരനല്ല പിണറായി വിജയനെന്ന് ചടങ്ങിൽ പങ്കെടുത്ത സംവിധായകൻ ആഷിഖ് അബു പറഞ്ഞു. സമൂഹത്തോടുള്ള ഉത്തരവാദിത്തവും ജനങ്ങളോടുള്ള ഉത്തരവാദിത്തവും മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ തന്നെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കപടമായി പുഞ്ചിരിക്കാറില്ല എന്നുള്ളതാണ് സഖാവിനെ ഉയർത്തി നിർത്തുന്നത്. CPM എറണാകുളം ജില്ലാ സെക്രട്ടറി P രാജീവ് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ ഡോക്ടർ CK രാമചന്ദ്രൻ, M അനിൽകുമാർ, നടൻ ജയേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പിണറായി വിജയന്റെ സാന്നിധ്യത്തിൽ ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മയക്കുമരുന്ന് മാഫിയകൾക്കെതിരെ സംസ്ഥാനത്ത് ശക്തമായ നടപടികൾ ഉണ്ടാകുന്നില്ലെന്ന് പിണറായി വിജയൻ. കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട 10 വയസ്സുകാരൻ റിസ്റ്റിയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി എത്തിയിട്ട് പോലും സംഭവത്തിൽ ഫലപ്രദമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയും കരച്ചിലടങ്ങാത്ത റിസ്റ്റിയുടെ വീട്ടിൽ പിണറായിയുടെ സന്ദർശനം സാന്ത്വനമായി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ചാണ് നാടിന് നടുക്കിയ ദുരന്തത്തിൽ തന്റെ അനുശോചനം അറിയിക്കാനും റിസ്റ്റിയുടെ കുടുംബാംഗങ്ങളെ സാന്ത്വനിപ്പിക്കാനുമായി പിണറായി വിജയൻ എത്തിയത്. റിസ്റ്റിയുടെ പിതാവ് ജോൺ, അമ്മ ലിനി, സഹോദരൻ ഏബിൾ ജോൺ എന്നിവരോടൊപ്പം അല്പസമയം ചിലവിട്ടാണ് പിണറായി മടങ്ങിയത്. സംഭവം നടന്നിട്ടും ഈ മേഖലയിലെ മയക്കുമരുന്ന് മാഫിയെ നേരിടുന്നതിനുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ലെന്ന് പിണറായി പറഞ്ഞു. പോലീസ് ഉണർന്നു പ്രവർത്തിക്കേണ്ട ഘട്ടത്തിൽ അവരെ നിർവീര്യമാക്കുന്നുണ്ടോ? ഇതിൽ ഫലപ്രദമായ നടപടി സ്വീകരിക്കാനുള്ള ബാധ്യത ഗവൺമെൻറ്റിനുള്ളതാണല്ലോ. എന്താണ് അത്തരത്തിൽ ഇടപെടാൻ ഗവൺമെൻറ് തയ്യാറാകാത്തത്? ഇവിടെ വന്നുപോയ മുഖ്യമന്ത്രിക്കും ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷവും എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ ഇടപെടാൻ കഴിഞ്ഞില്ല? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങളും അതിൽ നിന്ന് ഒട്ടേറെ സംശയങ്ങളും ഉയരുന്നൊരു സംഭവമാണിത്. CPM ജില്ലാ സെക്രട്ടറി P രാജീവ്, എറണാകുളം മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M അനിൽകുമാർ എന്നിവരും പിണറായിയെ അനുഗമിച്ചു. ചൊവ്വാഴ്ച രാവിലെയാണ് മയക്കുമരുന്നിനടിമയായ അയൽവാസി അജി ദേവസി റിസ്റ്റിയെ കുത്തിക്കൊലപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോഴിക്കോട്ടുകാരനായ ബെന്നിയുടെ പച്ചക്കറി തോട്ടങ്ങൾ ഏവർക്കും ഒരു പാഠമാണ്. നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഈ കർഷകൻ മണ്ണിനെ സ്നേഹിക്കാനുള്ള സന്ദേശമാണ് തനിക്ക് ചുറ്റുമുള്ളവർക്ക് നൽകുന്നത്. 16 വർഷമായി തുടങ്ങിയതാണ് മണ്ണിനോടുള്ള സ്നേഹം. മണ്ണ് തിരിച്ചും അകമഴഞ്ഞ് സ്നേഹിക്കാൻ തുടങ്ങി. കോഴിക്കോട് കൂരാച്ചുണ്ടിൽ നിന്ന് ജോലിക്കായി വീട് മാറി മൂഴിക്കൽ എന്ന ടൗൺ പ്രദേശത്തേക്ക് വരുമ്പോൾ ബെന്നി അലക്സാണ്ടർ എന്ന ചെറുപ്പക്കാരന് തന്റെ കൃഷിയെക്കുറിച്ച് ആശങ്ക ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 12 സെന്റ് തരിശുഭൂമി വളരെ പെട്ടെന്നാണ് പച്ചകൊണ്ട് മൂടിയത്. കൂട്ടിന് ഭാര്യയും 2 കുട്ടികളും. പത്രപ്രവർത്തകൻ ആയതുകൊണ്ടുതന്നെ സമയവും ഏറെ കുറവാണ്. എങ്കിലും പുലർച്ചെ 5 മണി മുതൽ ആരംഭിക്കും കൃഷിപ്പണി. അവധി ദിവസങ്ങളും കൃഷിക്കായി മാത്രം മാറ്റിവെക്കും. നമുക്ക് വേണ്ടുന്ന പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ചെറുപ്പം മുതൽ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പനും അമ്മയും പഠിപ്പിച്ചത് കാര്യമായതുകൊണ്ട് ഇവിടെ വന്ന് ജോലിയുടെ ഭാഗമായിട്ട് വന്നപ്പോൾ ചെയ്തു. വളരെ സമയം ഒരു 5:30 എഴുന്നേറ്റിട്ട് അതിരാവിലെ കൃഷിക്ക് ചെയ്യും. വൈകുന്നേരങ്ങളിൽ ജോലി കഴിഞ്ഞ് വന്ന് 8 മണിക്കും 7 മണിക്കും ഒക്കെ സമയങ്ങൾ ആ സമയത്തും കൃഷി ചെയ്യും. അപ്പോൾ അതിന് പ്രത്യേക ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ബ്ലഡിൻ്റെ ഭാഗമാണ് കൃഷി. ചേന, ചേമ്പ്, കാച്ചിൽ, പച്ചക്കറികൾ എന്നിവയാണ് പ്രധാന കൃഷികൾ.
ആപ്പിളും റംബൂട്ടാനും സപ്പോട്ടയും ഒക്കെയുണ്ട്. ഒപ്പം കോഴി വളർത്തലും. കൃഷിവകുപ്പിന്റെ കോഴിക്കോട്ടെ മികച്ച പച്ചക്കറി കൃഷി കർഷകൻ, കോഴിക്കോട് കോർപ്പറേഷനിലെ മികച്ച കർഷകൻ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ. ബെന്നിയെയും കുടുംബത്തെയും മാതൃകയാക്കി നിരവധി പേരാണ് ചുറ്റുവട്ടത്തെ വീടുകളിൽ കൃഷി ചെയ്തു തുടങ്ങിയത്. അതിന്റെ സന്തോഷവും ബെന്നി മറച്ചുവെക്കുന്നില്ല. കൃഷിക്ക് പ്രചോദനവുമായി ഭാര്യ എഴുതി മക്കൾ പാടിയ ഒരു പാട്ടുമുണ്ട്, തങ്ങളുടെ കൃഷിയിടത്തെക്കുറിച്ച് മാത്രം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.